അങ്ങനെ എൻ്റെ 2 കുട്ടന്മാരും സ്കൂൾ വിട്ട് വന്നതാണ് കേട്ടോ. ഹായ് അലൻ, എന്താണ് കുസുമ്പ് പൊട്ടിക്കണത്? എന്താണ്, എന്ത് പറ്റി? ടയേർഡ് ആയിട്ടുണ്ടോ? ബാഗൊക്കെ തന്നെ യൂണിഫോം ഓഫ് ചെയ്യണം, ടോയ്ലറ്റ് പോകണം, ഭക്ഷണം പോയിട്ട് ഫ്രഷ് ആവും. അങ്ങനെ ശുശു മുന്നേ സ്കൂൾ വിട്ട് ഫ്രഷ് ആയി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവർക്ക് ജ്യൂസ് പൈനാപ്പിൾ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. വീട്ടിലുള്ള പൈനാപ്പിൾ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്തപ്പോൾ ഞാനൊരു പീസ് അവർക്ക് വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്കൂൾ വിട്ട് വരുമ്പോ അങ്ങനെ ടയേർഡ് ആവില്ലേ. ഇനി അവർക്ക് ദോശയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രഷ് ആയിട്ട് ചൂടോടെ ചുട്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തത്. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ടേസ്റ്റ് ഉണ്ട്? അലൻ ടേബിൾ മാമി ക്ലീൻ ചെയ്തോളാം കേട്ടോ. ഞാൻ മക്കൾക്കുള്ള ദോശ ഉണ്ടാക്കാണ്. അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ബേബിക്ക് ഇപ്പോൾ ചുട്ടു കൊടുത്തിട്ടുണ്ടായിരുന്ന പാൻ തന്നെയാണ്. അതിൽ നെയ്യുണ്ട് കേട്ടോ കുറച്ച്. ബേബിക്ക് പാനിൽ ഒരല്പം നെയ്യാക്കി കൊടുത്തിട്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവർക്കുള്ള ദോശമാവിലേക്ക് ഞാൻ ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കലുണ്ട് കേട്ടോ. സാധാരണ കുറച്ച് വെജിറ്റബിൾസും കൂടി ചേർക്കാറുണ്ട്. ഇന്ന് വെജിറ്റബിൾസ് വേണ്ടെന്ന് ശുശു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കിനും ബേബി എഴുന്നേറ്റ് വന്നു കേട്ടോ. ബേബി ഞാൻ ഇവരെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോയപ്പോ ഉറങ്ങിയതായിരുന്നു. സ്കൂളിൽ പോകണോ? നാളെ പോവാട്ടോ. ബേബിക്ക് സ്കൂളിൽ പോവണ്ട. ഇനി നാളെ ശുശുവിനെ കൊണ്ടാക്കാൻ പോകുമ്പോ പോവാട്ടോ. അങ്ങനെ നമ്മുടെ കുട്ടി ദോശ റെഡി ആയിട്ടുണ്ട്. ശുശുവിന് ദോശ ചൂടുണ്ട് കേട്ടോ. ബേബി ഉറങ്ങിയിട്ടില്ലേ? ബേബി ശുശുവിന്റെ മുന്നേ സൗണ്ട് കേട്ടിട്ട് വന്നതാണ്. ബേബികളെ എന്തിനപ്പൊ തന്നെ നീച്ചത്? എന്തിനാ ഇപ്പൊ തന്നെ എന്തിനാ എഴുന്നേറ്റ് വന്നത്? നീ ഉറങ്ങണോ? വേണ്ടേ? ഉറങ്ങണോ? ഉറങ്ങണ്ടോ? ഉറങ്ങണ്ടേ? ബേബി ഉറങ്ങണ്ടോ? ആരെവിടെ ദോശ കൊണ്ട് കളിക്കണാളോ? സ്മൈലി ഫേസ്? അതോ അത് സ്മൈലി ഫേസ് ഒന്നും അല്ല. ഫുഡും കൊണ്ട് കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് തിന്നാനല്ലേ തന്നത്? ഇപ്പൊ ചൂടാറിയിട്ട് നീ ശുശുക്ക് വേണ്ടി വരില്ല. ഞാൻ കഴിച്ചേ. ഐസ് എവിടെ? 2 ഐസ് ഉണ്ട്. ഇപ്പൊ എവിടെ? ഇപ്പൊ 2 ഐസ് ഉണ്ട്. ബിഗ് സ്റ്റാറോ? ടീച്ചർ സ്റ്റാർ തന്നോ? ബിഗ് സ്റ്റാർ തന്നോ ശുശുക്ക്? ഓ എഴുതിയിട്ടില്ല. നാളെ മാമിനോട് പറയാട്ടോ. ഐഷക്ക് ബിഗ് സ്റ്റാർ വേണമെന്ന് പറയാട്ടോ. 2 ബിഗ് സ്റ്റാർ വേണോ? ഓക്കെ ഓക്കെ. ആ വേഗം ഫിനിഷ് ചെയ്യ്. വായിലിട്. ബീസ് ഒന്നും ഇല്ല അതില്. സ്മോൾ പീസ് എടുത്തോണ്ട് തിന്നേഷ. റൈറ്റ് ഹാൻഡ് കൊണ്ട് തിന്നെ. ബീസ് അല്ല, ദോശക്കുള്ള ഹോളാണതേ.
ദോശന്റെ പീസ് ഒന്നും ഇല്ല അതില്. ബീസിന്റെ കൂടൊക്കെ മരത്തിലാണ് ഉണ്ടാവുന്നത്, ട്രീസിലാണ് ഉണ്ടാവുന്നത്. ദോശയിൽ ബീസ് വേണോ? എവിടുന്നാ കൊണ്ടുവരാ? ദോശയിൽ ബീസ് എവിടുന്നാ അടി കൊണ്ടുവരിക? ഡാഡി പക്ഷെ അത് ഹണി വേണോ? പക്ഷെ ഹണി വേണമെങ്കിൽ മമ്മി തരാം കേട്ടോ. ഹണി ഹണി മാത്രല്ല കേട്ടോ കഴിക്കേണ്ടത്, ദോശ കഴിക്കണോ കേട്ടോ. സൂപ്പർ ഹണിയാണ്. ദോശ വേണ്ടേ? പിന്നെ ഹണി ഹണി മാത്രം എങ്ങനെ കഴിക്കല്? കൈക്കൊണ്ടോ? ഹണി മാത്രല്ല കഴിക്കണത്, ദോശയും കൂടെ തിന്നണം. ആ ഹണി തരാം, ഹണിയും ദോശയും കൂടെ കഴിച്ചാൽ മതി കേട്ടോ. ഐഷോ ആയിക്കോട്ടെ. ഹണി മാത്രമേ ഉള്ളൂ, ബീസ് ഇല്ല. This honey is so good idea. ഓപ്പൺ ചെയ്ത ഹണി ഉണ്ടായി, കയ്യിലും ഉണ്ടായിക്കോട്ടെ. ഓപ്പൺ ചെയ്, ദോശ വാങ്ങ തത്തേ, ദോശ വാങ്ങ. ഐഷ അമ്മ കൂട്ടൻ വാങ്ങിക്കടാ. ഐഷ ഗുഡ് ബോയ് അല്ല, ഗുഡ് ഗേൾ അല്ലല്ലോ. ഐഷ ഗുഡ് ഗേൾ ആണോ? എന്നാ ദോശ വാങ്ങ. വാഷ് ചെയ്തിട്ട് വന്നേ, ഹാൻഡ് വാഷ് ചെയ്തിട്ട് വന്നേ. What is the letter Shushu? Ricer. Shushu girl. What is the letter? V sound. Baby കുട്ടി സർക്കിൾ വരച്ചാ സ്ലൈറ്റില്. എങ്ങനെയാണ്, ടയർഡായോ ബേബി? വരക്കേ, സർക്കിൾ വരക്കടേ. അലങ്കുട്ടനെ എഴുതിക്കേ. വേഗം എഴുതിയാ വേഗം കളിക്കാൻ പോവാ കേട്ടോ. ചൂച്ചു എഴുതണില്ലേ? ചൂച്ചുകുട്ടി എഴുതണ്ടല്ലോ. ശിശുവിനെ തെറ്റിപ്പോയോടി. വൃത്തിയിൽ എഴുതണോ കേട്ടോ. ആ നൈറ്റ് ടൈം ആണ്. Where is your dog? Alan? Where is your dog? ഉറങ്ങാതെ എഴുതിക്ക മമ്മീനെ കൂട്ടനെ. ഹലോ, എവിടെ പോവണേ? എഴുതി ഫിനിഷ് ആയിട്ട് പോവാ. ബേബി എങ്ങോട്ടാ പോവണേ? ബേബി കഴിഞ്ഞോടി? ABCD എഴുതി കഴിഞ്ഞോ? What is the letter, Aisha? E. Okay.
അതാ ബുക്കിന്റെ ആ സൈഡിൽ റൈറ്റ് സൈഡിൽ അലന്റെ റൈറ്റ് സൈഡിലുണ്ട് ബുക്കിന്റെ. ഇത് എന്താ ബേബി കുട്ടിയെ? ബേബി എന്താണ് മമ്മിന് ചിന്തിരിക്കും? ബേബിക്ക് എന്താണ് വേണ്ടേ? മക്കൾ സ്കൂളിൽ വന്നാൽ ഒരു പടിയാണ് കേട്ടോ. കാരണം പണ്ട് ഉമ്മമാര് നമ്മളോട് പറഞ്ഞു തരുന്നത് അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ അവരോട് പറയുന്നുള്ളൂ. നമ്മൾ സ്കൂളിൽ വരുമ്പോൾ എങ്ങനെയാ യൂണിഫോം അയച്ചു വെക്കാനും ബാഗ് റെഡിയാക്കി വെക്കാനും ചുറ്റും പാത്രം ബാഗിൽ നിന്ന് എടുത്ത് വെക്കാനൊക്കെ നമ്മളോട് ഉമ്മമാർ എത്ര തവണ പറഞ്ഞിട്ടുണ്ടാവും. എന്നോടൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം വരുമ്പോ തന്നെ ഞാൻ വരുന്നതിന് തൊട്ട് മുൻപേ ബസ്സിൽ വരുന്ന ടീമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വായനശാലയിൽ പോവാൻ അന്ന് ഞങ്ങൾ തൊട്ട വീടിൻ്റെ അടുത്ത് ഒരു വായനശാല ഉണ്ടായിരുന്നു. അവിടെ എല്ലാവരും 5 മണിയാകുമ്പോൾ പോകും. 4:45 ഞാൻ വരിക. 4:30 ആകുമ്പോഴാണ് ബസ്സിന് വരുന്ന കുട്ടികൾ വരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവര് വന്നു കണ്ട് റെഡിയായി നിൽക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഓടി പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ പറയും ചായ കുടിച്ചിട്ടില്ല, പുസ്തകം എടുത്ത് വെച്ചിട്ടില്ല, ബാഗത്ത് ചോറ്റും പാത്രം ഒന്ന് എടുത്തതാന്നൊക്കെ പറയും. അപ്പോൾ അതേപോലത്തെ പരിപാടി തന്നെയാണ് ഇവരും. ഇവർക്ക് വേഗം കളിക്കാൻ ഓടണം. കാരണം ബേബിന്റെ കൂടെ ബേബിയുടെ ടോയ്സ് എല്ലാം നിരത്തി വെച്ചിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ. അല്ലെങ്കിൽ അലന്റെ ടോയ്സും ഐഷാന്റെ ടോയ്സും എടുത്തിട്ട് ബേബി കളിക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ ആ ടോയ്സ് കാണുമ്പോൾ ഇവർ അതിന്റെ അടുത്തേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് യൂണിഫോം ഇട്ടതോ സ്കൂളിൽ വിട്ട് വന്നതിൻ്റെതോ ക്ഷീണമൊന്നും ഉണ്ടാവില്ല. വേഗം പെട്ടെന്ന് അതിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാന്നുള്ളതിൻ്റെ ഒരു ടെൻഡൻസി ആയിരിക്കും. അപ്പൊ ഞാൻ ഒരുപാട് തവണ പറയലുണ്ട്, ഭക്ഷണം കഴിക്കാൻ വാ, മേല് കഴുകിയിട്ട് ഫ്രഷ് ആയിട്ട് ഡ്രസ്സ് മാറിയിട്ട് കളിക്കാൻ പോവാ, സ്കൂളിൽ ഒരുപാട് സമയം ഇരുന്നതല്ലേ. അങ്ങനത്തെ നമ്മളുടെ കാലങ്ങളെ റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. പക്ഷെ അവർക്ക് ഇപ്പോഴൊന്നും അറിയില്ലല്ലോ, കുട്ടികളല്ലേ, കളിച്ചോട്ടെ. ഇന്നത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ കഴിഞ്ഞു കേട്ടോ. വന്ന് ഫ്രഷായി ഭക്ഷണം കഴിച്ച് പിന്നെ സ്കൂളിലേക്ക് കുറച്ച് ഹോംവർക്ക് ചെയ്യാനുണ്ടായിരുന്നു. വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ എത്തിയതല്ലേ ഉള്ളൂ സ്കൂളിലേക്ക്. കാരണം അക്ഷരങ്ങളൊക്കെ മെല്ലെ കാരണം റിപ്പീറ്റ് ചെയ്ത് സ്കൂളിൽ നിന്ന് സ്ഥിരമായിട്ട് ഒരു വർഷം നമ്മൾ എഴുതിക്കൊണ്ടിരുന്ന പോലെ വെക്കേഷന് കുറച്ച് ഡിലേ വരും. അപ്പൊ അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പൊ സ്കൂളിൽ. അത് വീട്ടിൽ നിന്നും തന്നെ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നതേ ഉള്ളൂ. ഇപ്പോൾ ആ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമാണ് കേട്ടോ. അതുകൊണ്ടാണ് ജസ്റ്റ് സ്പെല്ലിങ്ങുകൾ മാത്രം ഇപ്പോഴും അവർക്ക് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഹോംവർക്ക് ജസ്റ്റ് ഒരു പേജിൽ മാത്രം റൈറ്റ് ചെയ്യിപ്പിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ചെയ്യിപ്പിച്ചു. അലൻ്റെത് ഫുള്ളാക്കിയിട്ടൊന്നുമില്ല, എന്നാലും 3/4 ഭാഗം എത്തിയിട്ടുണ്ട്. അവനാണ് കുറച്ച് മടിയുള്ളത്. പക്ഷെ എന്നാലും അവന് കുറച്ചൊക്കെ ഇരിക്കും കേട്ടോ. ബേബി അവരുടെ കൂടെ ഇരിക്കും. ജസ്റ്റ് പെൻസിലോ സ്കെയിലോ അല്ലെങ്കിൽ കളറോ ബുക്കോ എന്തെങ്കിലുമൊക്കെ ഒന്ന് അവിടെ കയ്യിൽ കൊടുത്താൽ മതി. അങ്ങനെ കുറെ സമയം കളിച്ചും ചിരിച്ചും കുറച്ച് സമയം പുസ്തകം വായിച്ചു പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ച് അവർ ഉറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ എൻ്റെ വർക്കുകളൊക്കെ തീർന്നു. ഞങ്ങളപ്പോൾ കിടക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. സൈനിങ് ഓഫ്, ലൈഫ്.